ഹാപ്പി ഹോം മേക്കർ. ഹാപ്പി ഹോം മേക്കറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പ്രോൺസ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്രോൺസ് ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ചെമ്മീന് മഞ്ഞൾപ്പൊടിയും ഉപ്പും തേച്ച് വെച്ചിട്ടുണ്ട്. അതൊരു അരമണിക്കൂർ മസാല തേച്ച് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ആ ചെമ്മീനെടുത്ത് വേവിച്ചെടുക്കാം. അതായത് കുക്കറിൽ ഒരു പ്രാവശ്യം ഒന്ന് വിസിലടിച്ചെടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇത്തിരി വലിയ പ്രോൺസും ആണല്ലോ. അപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ട് സമയമെടുക്കും. നമ്മളിതിനെ എന്നിട്ടാണ് ഫ്രൈ ചെയ്യണത്. അത് വെന്തതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇത് വീണ സമയത്ത് ചെമ്മീൻ ചുരുണ്ട് പോകുമല്ലോ. അപ്പോൾ അത് ചുരുണ്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് കുത്തുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ചും കൂടെ വലിയ വടി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അത് ശരിക്കും ഇങ്ങനെ എന്താ പറയുക, വലിയൊരു സ്റ്റിക്ക് നിൽക്കണ പോലെ തോന്നുള്ളൂ. അപ്പോൾ എല്ലാത്തിനെയും നമ്മളെടുത്ത് കുത്തിയതിന് ശേഷം ഇതിനെ നമ്മൾ കുക്കറിലിട്ട് ഒരു വിസിലടിക്കാം. ഇനി നമുക്ക് മസാലയ്ക്കുള്ളത് അപ്പോൾ ഈ സമയം കൊണ്ട് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് കാഷ്യൂ എടുത്തിട്ടുണ്ട് ഒരു 10 എണ്ണം, 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പെപ്പർ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ, പിന്നെ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകമാണ് മെയിനായിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇത്രയും സാധനങ്ങളെടുത്ത് നന്നായിട്ട് തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. പ്രശ്നമൊന്നുമില്ല. നമ്മളുടെ ഈ ചെമ്മീൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മസാലപ്പൊടിയും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ട് തന്നെ ഈ ചെമ്മീനും ഈ മസാലകളെയും ഒക്കെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചെമ്മീൻ ഇതിപ്പോൾ വെന്ത ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ആ വെന്ത ചെമ്മീനും ഈ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ആസ് ഇറ്റ് ഈസ് മതി. ഈ ചെമ്മീനെ നന്നായിട്ട് തന്നെ വടി പോലെ കുത്തി വയ്ക്കാൻ പറ്റി അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പോലും വളവ് വരില്ല നമുക്ക്. എന്നിട്ട് നമ്മൾ ഈ ചെമ്മീനെ എടുത്ത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അത് നമ്മളുടെ ഇഷ്ടം പോലെ നമുക്കങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു തണവോട് കൂടിയിട്ട് തന്നെയാണ് നമ്മളുടെ ഓട്സിൽ ഇതിനെ മുക്കി പൊരിക്കാനായിട്ട് പോണത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ നിന്ന് വെക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് ഈ ഓട്സിൽ മുക്കാനായിട്ട് നോക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഇത്തിരി വെള്ളമുള്ള കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് നമ്മളിതിനെ ഓട്സിലൊന്ന് മുക്കി എടുത്ത് വയ്ക്കാം. ഇവിടെ ഞാനിപ്പോൾ ഓട്സിൽ മുക്കിയിട്ട് ഇതിനെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓട്സിൻ്റെ കോട്ടിങ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ പോവില്ല. നമ്മൾ കട്ട്ലറ്റിലൊക്കെ ചെയ്യില്ലേ, ആ ഒരു സെയിം മെത്തേഡ് തന്നെ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് വറുത്ത് വരുമ്പോൾ ഏകദേശം നമ്മുടെ KFCയുടെ ഒക്കെ ഒരു മണം വരും. KFC ഒക്കെ ഉണ്ടാക്കണ ആ ഒരു സ്മെല്ല് വരും. അപ്പോൾ ഇനി ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇനി ഇതിനെ ഫ്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്കിത് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, ഷാലോ ഫ്രൈയും ചെയ്യാം. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം കാര്യം കഴിയും. ഷാലോ ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ കോട്ടിങ് പോവുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെയാണെന്ന് ചെയ്യാം. ഇതിൻ്റെ ജസ്റ്റ് പുറത്ത് കോട്ടിങ് മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. വേറെ ഒന്നും കിട്ടണ്ട. നമ്മളെ ചെമ്മീനൊക്കെ ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. അത് കാരണം കൊണ്ട് വേറെ ഒന്നും ഫ്രൈ ചെയ്ത് കിട്ടാനില്ല. അപ്പോൾ നമുക്കിതിനെ വറുത്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റോളമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എത്ര നേരം വെക്കാൻ പറ്റുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നേരം വെക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ കോട്ടിങ് കൊടുക്കുന്നതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഡ്രൈ ആയിട്ടാണ് നമ്മുടെ മസാല ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൽ മുക്കിയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.